അപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവല്ലോ. നമുക്ക് എന്താണ് നെറ്റ്വർക്ക് എന്നും ഏതൊക്കെ ടൈപ്പ് ഓഫ് കണക്ഷൻ ഉണ്ടെന്നും അതിന്റെ നെറ്റ്വർക്ക് ക്രൈറ്റീരിയ, അതിന്റെ നെറ്റ്വർക്കിന്റെ ടോപ്പോളജീസ്, മെഷ്, സ്റ്റാർ, റിങ്, ബസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. തൽക്കാലം തിയറിയാണ് എങ്കിലും. അപ്പം നമുക്ക് ഇനിയിപ്പം ഈ മോഡലിൽ ഇപ്പം നെക്സ്റ്റ് ഈ ലെക്ചറിൽ നമുക്ക് കുറച്ച് അതിന്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. വലിയ പാടുകളൊന്നുമല്ല, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. നമുക്ക് ഫസ്റ്റ് ഇതും മിക്കവാറും 5 മാർക്സിന് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. കാറ്റഗറീസ് ഓഫ് നെറ്റ്വർക്ക്സ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന സാധനം. അത് മൂന്നായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ആ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ആണ്. ആ നെറ്റ്വർക്കിന്റെ സൈസിനെ അടിസ്ഥാനത്തിലാക്കിയാണ് നമ്മൾ ഈ നെറ്റ്വർക്കിനെ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പ്രസന്റ് ചെയ്യുന്ന സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ? ശരി. അപ്പം ഈ ഒരു മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് നമ്മൾ ബേസ്ഡ് ഓൺ നെറ്റ്വർക്കിന്റെ സൈസ് ആണ്, അല്ലെങ്കിൽ വലിപ്പം, എന്തുമാത്രം വലിയ നെറ്റ്വർക്ക് ആണ് എന്നുള്ളതിനെ ബേസ് ചെയ്യാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മൂന്നായിട്ടാണ്, ആസ് യു ക്യാൻ സി. 1 ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, 2 വൈഡ് ഏരിയ നെറ്റ്വർക്ക്, 2 മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. സിമ്പിൾ ആണ്, മനസ്സിലാക്കിയാൽ മതി. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു നെറ്റ്വർക്ക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്ലാസ് റൂം, ഒരു ലാബ്, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി നമ്മൾ സിസ്റ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു സ്വിച്ച് വല്ലോ മാത്രം ഉപയോഗിച്ച് കണക്ട് ചെയ്ത് ഡയറക്ട്ലി കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണെങ്കിൽ അത് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കും. നമ്മുടെ സിസ്റ്റംസ് ലാബ് അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് ലാബ്, ഇതിനകത്തുള്ള ആ ലാബിനകത്തുള്ള കണക്ഷൻസ് എല്ലാം എന്ത് കാണിക്കും? ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻ ആയിരിക്കും. ആ കണക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും വയർഡ് ആവണം നിർബന്ധമൊന്നുമില്ല, വയർലെസ്സും ആവാം. മനസ്സിലായി? ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു വൈഫൈ റൂട്ടർ ഉണ്ട്. നിങ്ങൾ ആ വൈഫൈ റൂട്ടറിനകത്തോട്ട് നിങ്ങളും നിങ്ങളുടെ അച്ഛനും അമ്മയും അനിയനും അനിയത്തിയോ എല്ലാവരും ഫോൺ വൈഫൈ വെച്ച് കണക്ട് ചെയ്തേക്കുവാണെങ്കിൽ പോലും നിങ്ങളൊരു നെറ്റ്വർക്കാണ്. നിങ്ങളുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. നിങ്ങളുടെ റൂട്ടറുമായിട്ട് ബന്ധിപ്പിച്ച് നിങ്ങൾ 4-5 പേര് ഉപയോഗിക്കുകയാണെങ്കിൽ അതും എന്താണ്? ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതൊരു വീടിന്റെ വലിപ്പം മാത്രമേ ആ നെറ്റ്വർക്കിന്റെ സൈസിനുള്ളൂ, അതിന് വെളിയിലോട്ടൊന്നും പോകുന്നില്ല. അതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ വലുത്, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 2 ബിൽഡിങ്ങുകൾ, ഇപ്പൊ നമ്മുടെ കോളേജിലെ തന്നെ എ ബ്ലോക്കും ബി ബ്ലോക്ക്, സി ഉണ്ട്, ഡി ഉണ്ട്. അപ്പൊ ഈ ബ്ലോക്കുകളിലെല്ലാം നമ്മൾ നെറ്റ്വർക്ക് കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കുകളെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് എന്താവും? വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആവും. അതായത് എന്റെ എ ബ്ലോക്കിനകത്ത് നമുക്ക് എത്ര ലാബ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബി ബ്ലോക്കിൽ നമുക്ക് എത്ര ലാബുകളുണ്ട്? യൂഷ്വലി നമ്മുടെ എംടെക്കിന്റെ ഒരു ലാബുണ്ട്, സിസ്റ്റംസ് ലാബുണ്ട്, തടി ഇലക്ട്രിക്കൽ മെക്കാനിക്കലിന്റെ ലാബുണ്ട്. ഇവിടെ എല്ലാം കമ്പ്യൂട്ടറുകൾ ഇരിപ്പുണ്ട്. നമ്മുടെ സിസ്റ്റംസ് ലാബ് എന്ന് പറയുന്ന ഒരു ലാന, ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. നമ്മുടെ എംടെക് ലാബ് എന്ന് പറയുന്ന ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ലാബ് എന്ന് പറയുന്ന ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. ഈ 3 കൂടെ എവിടെ കണക്ട് ചെയ്തേക്കുന്നത്? നമ്മുടെ ബിൽഡിങ്ങിനകത്തൊരു റൂട്ടറിൽ കണക്ട് ചെയ്തേക്കുക. എ ബ്ലോക്കിൽ ഇതുപോലെ മൾട്ടിപ്പിൾ ലാബുകളുണ്ട്, അതെല്ലാം ഓരോരോ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളാണ്. സി ബ്ലോക്കിൽ നമുക്ക് എന്തുണ്ട്? കുറെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളുണ്ട്. ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്ത് നമ്മളൊരു എല്ലാ ബിൽഡിങ്ങുകളെയും കൂടെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ് എന്തുവാണ്? നമ്മുടെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത സൈസ് എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരു ഏരിയ ഫുള്ള്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു സിറ്റി അല്ലെങ്കിൽ ടൗൺ, നമ്മുടെ ഒരു ഏരിയ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം നമ്മുടെ എലവന്നിട്ട് ഏരിയ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് പേര് വിളിക്കാൻ പറ്റും? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അപ്പൊ ഇത് നമുക്ക് ക്ലാസിഫിക്കേഷൻ എല്ലാം ചെയ്തേക്കുന്ന ബേസ്ഡ് ഓൺ എന്തുവാണ്? നമ്മുടെ സൈസ്. എന്തിന്റെ സൈസാ? നെറ്റ്വർക്കിന്റെ സൈസാണ്. ഇപ്പം ഇതിനകത്ത് ലാൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ലാൻ, ഇപ്പൊ നമ്മുടെ ഒരു നെറ്റ്വർക്ക്, നമ്മുടെ നെറ്റ് ലാബിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റംസ് ലാബിന്റെ കേസാ പറയുന്നത്. നമുക്കിപ്പോ ഒരു സെൻട്രൽ ആയിട്ടൊരു ഹബ്ബ് കാണും. ഈ ഹബ്ബിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? നമ്മുടെ എല്ലാ സിസ്റ്റംസും കണക്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാരണം നിങ്ങളിപ്പോ നമ്മുടെ നെറ്റ്വർക്ക് ലാബിൽ, നമ്മുടെ സിസ്റ്റംസ് ലാബിൽ ഇരിക്കുമ്പോൾ നിങ്ങളിരിക്കുന്ന ഓരോ നിരയിൽ ഇതുപോലെ കമ്പ്യൂട്ടറുകൾ വെച്ചേക്കല്ലേ? ആണോ? ആ കമ്പ്യൂട്ടറുകളെല്ലാം കണക്ട് ചെയ്തേക്കുന്നത് എവിടാ? നമ്മുടെ ഞങ്ങളൊക്കെ ഇരിക്കുന്നതിന്റെ അവിടെ അതിന്റെ പുറകിലായിട്ടൊരു ഭിത്തിയിലൊരു വലിയ സ്വിച്ച് ബോർഡ് വെച്ചേക്കുന്നുണ്ടോ? ഹബ്ബ് വെച്ചേക്കുന്നുണ്ടല്ലേ? ലൈറ്റ് ഒക്കെ കത്തുന്ന സാധനം. അതിനകത്തോട്ടാണ് നമ്മൾ ഇതെല്ലാം കണക്ട് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഈ സാധനം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്തുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇവരെല്ലാം തമ്മിൽ കണക്ട് ചെയ്തേക്കുക. ഈ ഹബ്ബിൽ നിന്ന് ഔട്ടിലേക്ക് നമുക്ക് വേണേ എന്തെടുക്കാം? വെളിയിലുള്ള ഹബ്ബുകളോ വെളിയിലുള്ള നെറ്റ്വർക്കുകളോ കാര്യങ്ങളോ കണക്ട് ചെയ്യുകയും ചെയ്യാം. ഇനി ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണെങ്കിലോ, ഇപ്പൊ എനിക്ക് പല ലാനുകളുണ്ട്. ആ ലാനുകളും എല്ലാം കൂടെ ഒരുമിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല സിസ്റ്റത്തിനെ ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ എനിക്ക് ഒരുമിച്ച് കണക്ട് ചെയ്യാം. ഇവര് സ്വിച്ച്ഡ് വാൻ എന്ന് ഉദ്ദേശിക്കുന്നത് പല വൈഡ് ഏരിയ നെറ്റ്വർക്കുകളെ മാറി നമുക്ക് സ്വിച്ച് ചെയ്യാന്നുള്ളത്. നിങ്ങൾ ഈ പടമൊന്നും കണക്കാക്കണ്ട, നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ഇവർ 2 രീതിയിലുള്ള വാൻ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നേ ഉള്ളൂ, പോയിന്റും അതുപോലെ തന്നെ സ്വിച്ച്ഡും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാം ഈ പോയിന്റ് എന്ന് പറയുന്ന വാനാണ് നമ്മൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഒരു മിനിറ്റ് റെക്കോർഡ് ചെയ്യുന്നത്.
പോയിന്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്ന വാൻ. ഇത്ര വലിയ ഏരിയ നമ്മൾ ലോക്കൽ നെറ്റ്വർക്ക് വെച്ച് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത്ര വലിയ വാൻ എന്നുള്ള ഉദ്ദേശിച്ചാൽ മതി. ഇനി ഇത് നോക്കിക്കേ, ഇതൊരു ഹൈബ്രിഡാ ഏകദേശം. എന്ന് പറഞ്ഞാൽ എന്താ, ഈ താഴെ കാണിച്ചേക്കുന്ന ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് എന്തുവാണ്, ഒരു ലാന. ഇതൊരു ലാന. ഈ ലാനുകളെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ, ഇപ്പൊ ഇതൊരു വാന, ഈ കാണിച്ചേക്കുന്ന ഒരു വാന, ഇതിനെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എനിക്ക് കണക്ട് ചെയ്യാം. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ആസ് എ ഹോൾ, ഇപ്പൊ നമ്മുടെ കോളേജ് എടുക്കുകയാണെങ്കിൽ ആസ് എ ഹോൾ എനിക്കൊരു ഫുൾ സിസ്റ്റം എനിക്ക് ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ലാനുകൾ ഉണ്ടാക്കുക. ആ ചെറിയ ചെറിയ ലാൻ ഉണ്ടാവും, ചിലപ്പോൾ വാനുകൾ ഉണ്ടാവും. ഇതിനെല്ലാം കൂടി ഇന്റർകണക്ട് ചെയ്ത് വേണം എനിക്ക് എന്താ ഉണ്ടാക്കാൻ, ആസ് എ ഓൾ ക്യാമ്പസിന്റെ ഒരു നെറ്റ്വർക്ക് എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ പിങ്ക് കളറിൽ, മെറൂൺ കളറിൽ കാണിച്ചേക്കുന്നത്, എന്തോ ഒരു പേര് എഴുതിയിരിക്കുന്നത്, റൂട്ടർ. ഈ റൂട്ടറുകളാണ് നമ്മൾ എന്തിനു സഹായിക്കുന്നത്, നമ്മുടെ എൻഡ് ഡിവൈസസ് അല്ലെങ്കിൽ നോഡുകൾ, കമ്പ്യൂട്ടറുകളെ, മെയിൻ കമ്പ്യൂട്ടറുകളെ ഇതിനെയൊക്കെ കണക്ട് ചെയ്യാൻ, ഇന്റർകണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സാധനമാണ് എന്താണ്, റൂട്ടർ. റൂട്ടർ എന്ന് പറയുന്ന പേര്, അല്ലെങ്കിൽ ചിലർ റൗട്ടർ എന്ന് പറയും, ചിലർ റൂട്ടർ എന്ന് പറയും, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രൊണൗൺസിയേഷൻ നിങ്ങളുടെ ഇഷ്ടമുള്ള പറയാം. ആ റൂട്ടറിന്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും, ഇപ്പൊ പറയുന്നത് കഴിഞ്ഞാൽ റൂട്ട്, ആ വേർഡിനകത്തുനിന്ന് ലിറ്ററൽ മീനിങ് നമുക്ക് പറയുവാണെങ്കിൽ എന്തുമായിരിക്കും, റൂട്ടറിന്റെ മീനിങ് എന്ന് പറയുന്നത് റൂട്ട് ചെയ്യുക അല്ലെങ്കിൽ റൂട്ടിംഗ് ആയിരിക്കും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഡിവൈസിന്റെ ജോലി എന്ന് പറയുന്നത്. റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, വഴി കാണിച്ചു കൊടുക്കുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റൂട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ റൂട്ടിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഈ കമ്പ്യൂട്ടറുകളിൽ നിന്നുള്ള ഇൻപുട്ട് വരുന്ന ഇൻവേർഡ് വരുന്ന ഡേറ്റയും ഔട്ട്വേർഡ് പോകുന്ന ഡേറ്റയും ഏത് വഴി കൂടെ പോകണം, ഏത് പാത്തിൽ കൂടെ പോകണം, ഏത് ഡയറക്ഷനിൽ പോകണം എന്നുള്ള, അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്ക് പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ആരാണ്, ഈ കാണിച്ചു വെച്ചേക്കുന്ന റൂട്ടറുകളാണ്. അപ്പൊ ഈ റൂട്ടറുകളാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഡേറ്റയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ഡേറ്റയോ ഏത് റൂട്ടിൽ കൂടെ പോകണം, ഏത് പാത്തിൽ കൂടെ പോകണം, ഏത് കമ്പ്യൂട്ടറിലേക്ക് പോകണം, ഏത് നോഡിലേക്ക് പോകണം, ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആരായിരിക്കും, ഈ റൂട്ടർ. അപ്പൊ റൂട്ടറുകൾ കോൺഫിഗർ ചെയ്താലാണ് നമുക്ക് ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിൽ നിന്നുള്ള ഡേറ്റയെ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ഡിവൈസിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്തുവാണ്, ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാവോ? നമ്മൾ ഉപയോഗിക്കുന്നല്ലേ കുറെ വർഷങ്ങളായിട്ട്, ഇപ്പം സ്ഥിരമായിട്ട് ഹൈസ്പീഡ് ഇന്റർനെറ്റ് ഫോണിലും ലാപ്പിലും അല്ലാതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാ. എങ്ങനെയാ നമ്മുടെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനം പറയും, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെയാ, ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എങ്ങനെയാ, ആരെങ്കിലും എന്ന് പറഞ്ഞേ, നിങ്ങളുടെ മനസ്സിലുള്ള ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ആരെങ്കിലും? എന്താ ഇന്റർനെറ്റ്? ഒരു കണക്ഷൻ. ശരി, ഒരു കണക്ഷൻ. ഏതൊക്കെ തമ്മിലാ? ഈ ഒരു ഡിവൈസും മറ്റൊരു ഡിവൈസ്, അതായത് ഒരു എന്താ പറയുന്നേ, ഒരു സെർവറായിട്ട് ഒരു സെർവർ കണക്ഷൻ അങ്ങനെ എന്തെങ്കിലും പറയും, ഒരു ഡേറ്റ ഷെയർ ചെയ്യുന്നതാണെന്നോ എന്തോ കണ്ട് ഞാൻ ഇവിടെ കേട്ടതാണ്. ഡേറ്റ ഷെയർ ചെയ്യുന്നതാണ് കണക്ഷൻ. നമ്മൾ സാധാരണ ഒരു നെറ്റ്വർക്കാണ് നമ്മളിപ്പോ പഠിച്ച ലാന്, വാന്, മാൻ എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോ സാധാരണ നെറ്റ്വർക്കാണ്. നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയുള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ അമേരിക്കയിൽ ഇരിക്കുന്ന അവിടുത്തെ ഒരു സൈറ്റിലെ സാധനം വേണമെങ്കിൽ എനിക്ക് ഇവിടെ കിട്ടും, അല്ലെങ്കിൽ യൂറോപ്പിൽ ഇരിക്കുന്ന വേണമെങ്കിൽ കിട്ടും, റഷ്യയിൽ ഇരിക്കുന്ന വേണമെങ്കിൽ കിട്ടും, ഓസ്ട്രേലിയയിൽ വേണമെങ്കിൽ കിട്ടും. അപ്പൊ ഇതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കാരണം എനിക്ക് ഇപ്പൊ ആണെങ്കിൽ അറിയാൻ പറ്റത്തില്ല, ഇപ്പൊ എനിക്ക് എവിടുന്ന ഡേറ്റ എടുക്കേണ്ടത്, എവിടുന്ന ഡേറ്റ, എങ്ങോട്ടാ ഡേറ്റ അയക്കേണ്ടത്, ഇതൊന്നും ഞാൻ അറിയുന്നില്ല. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുക എന്നുള്ളത്, അത് എങ്ങനെയായിരിക്കും ഇത് പോകുന്നത്? ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ എന്റെ വീട്ടില് ഏഷ്യാനെറ്റിന്റെ ബ്രോഡ്ബാൻഡ് കണക്ഷനാണ്. ഇപ്പൊ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് ഏഷ്യാനെറ്റുമായിട്ട് മാത്രമാണ്. പക്ഷെ എനിക്ക് ഏഷ്യാനെറ്റിന്റെ ഇവിടെ അടുത്തുള്ള സെർവറിലെ ഡേറ്റ മാത്രമാണ് കിട്ടുന്നത്? അല്ല, എനിക്ക് ഗ്ലോബലി ആയിട്ടുള്ള എന്ത് ഡേറ്റ വേണമെങ്കിലും കിട്ടിക്കൂടെ? അപ്പൊ അതെങ്ങനെയായിരിക്കും? ഒരു ഐഡിയ, എന്തെങ്കിലും ഒരു ഐഡിയ, എങ്ങനെയായിരിക്കും ഒരു ഇന്റർനെറ്റ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്, എങ്ങനെയായിരിക്കും ഒരു ഇന്റർനെറ്റ് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത്? അങ്ങനെ ഓരോ ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ കാണും, ഈ ഏഷ്യാനെറ്റ് മറ്റെന്തെങ്കിലും കണക്ഷൻ കാണും. ഇതിന് നമ്മൾ വിളിക്കുന്ന ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്, ISP. അതായത് നമുക്ക് ലോക്കലി ഉള്ള ഓരോ ആൾക്കും നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തുവാണ്? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. ഇപ്പൊ BSNL, ഏഷ്യാനെറ്റ്, എയർടെൽ, നമുക്ക് ഈ നെറ്റ്വർക്ക് തരുന്ന ആരാണോ അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്തുവാ? ISP, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് വിളിക്കുന്നത്. അപ്പം ഇവർ നീ പറഞ്ഞനുസരിച്ച് തന്നെ ഈ ഒരു ഇമേജ് കാണുമ്പോൾ നിനക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് ഏറ്റവും മേളിലുള്ള ഈ ISP എന്ന് പറയുന്ന സാധനമാണ് നമ്മളെ കണക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ഇതിന്റെ മേളിൽ എവിടെ ഉണ്ട്? നമ്മൾ ആരുമായിട്ടാണ് കണക്ഷൻ? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്ന ആളുമായിട്ടാണ് ആര് കണക്ഷൻ? നമ്മൾ കണക്ഷൻ. ആ ISPകൾ, ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, ബ്രോഡ്ബാൻഡ് ആയിക്കോട്ടെ, അവരാരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്?
ഒരു റീജിയണൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുമായിട്ട് കണക്ട് ഉണ്ട്. അത് നമ്മൾ അറിയാവുന്ന ആളാണെന്നില്ല. ചിലപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ ആയിരിക്കാം, ചിലപ്പോൾ BSNL തന്നെ ആയിരിക്കാം. റീജിയണൽ ഏരിയ, ഫോർ എക്സാമ്പിൾ പറയുവാണ്, ഇപ്പോ കേരളത്തിലെ മൊത്തം ഇന്റർനെറ്റ് കൈകാര്യം ചെയ്യുന്നത് ഒരു ISP ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കേരളത്തിൽ ഒരു 4 ജില്ലകളുടെ മൊത്തം കൈകാര്യം ചെയ്യുന്നത് ഒരു ISP ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെയൊക്കെ സംഭവിക്കാം. ചിലപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളുടെ ഇന്റർനെറ്റ് കൈകാര്യം ചെയ്യുന്നത് ഒരു ISP ആയിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ കണക്ട് ചെയ്തേക്കുന്ന ഏഷ്യാനെറ്റ് ആണെങ്കിൽ ആ ഏഷ്യാനെറ്റ് ആണ് ഈ മേളിൽ കാണിച്ചിരിക്കുന്ന ISP. മനസ്സിലാവുന്നുണ്ടോ? അവരാരുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നേ? നമ്മുടെ ഈ റീജിയൻ ഫുള്ള്, ചിലപ്പോൾ അത് നമ്മുടെ ഒരു 2-3 ജില്ലകളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഫുള്ളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഒരു 1-2 സ്റ്റേറ്റുകൾ ഒരുമിച്ചുള്ളതായിരിക്കാം. ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്തേക്കുന്ന ആരാണ്? കണക്ട് ചെയ്യിപ്പിക്കുന്ന ആരാണ്? ഒരു റീജിയണൽ ISP ആണ്. അപ്പൊ നമ്മൾ ആ റീജിയണൽ ISP ആയിട്ട് നമ്മുടെ ISP വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റീജിയണൽ ISP പിന്നെ ആരുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്? നാഷണൽ ISP എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഓൾ ഇന്ത്യയുടെ ഫുൾ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? ഈ നാഷണൽ ISP എന്ന് പറയുന്ന ആളായിരിക്കും. അപ്പോ എനിക്ക് ഇന്ത്യക്കകത്ത് തന്നെ ഉള്ള കണക്ഷൻ എല്ലാം മതിയെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോ ഇങ്ങേ അറ്റത്ത് റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഇപ്പൊ കാണിച്ചിരിക്കുന്ന അങ്ങേ അറ്റത്ത് നമുക്കിപ്പോ ഒരു ഏതിന്റെ സെർവറാ, ഇപ്പൊ ഒരു ഗൂഗിളിന്റെ ഒരു സെർവർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം. ഈ ISPയുടെ ഇങ്ങേ അറ്റത്ത് ഗൂഗിളിന്റെ ഒരു സെർവർ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ISPയുടെ ഈ സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഗൂഗിളിന്റെ ISP ആയിട്ട് കണക്ഷൻ വേണം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്റെ ഡേറ്റ അല്ലെങ്കിൽ എന്റെ റിക്വസ്റ്റ് ആർക്ക് കൊടുക്കും? എന്റെ ISP കൊടുക്കും. എന്റെ ISP അത് ആർക്ക് കൊടുക്കും? റീജിയണൽ ISP കൊടുക്കും. അപ്പൊ ആ റീജിയണൽ ISP എന്തോ നോക്കും? ഈ റീജിയണിൽ തന്നെ ഉള്ളതാണോ ഈ സാധനം നോക്കും? ഈ റീജിയണിൽ തന്നെ ഉള്ളതാണോ? ആണോ? ഗൂഗിളിന്റെ സെർവർ ഇരിക്കുന്ന ഏത് റീജിയനിലാ? ഈ റീജിയന്റെ ISP അതല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഈ റീജിയണൽ ISPയുടെ കൺട്രോളിൽ വരുന്നതാണോ ഈ സെർവർ? അല്ല. അപ്പൊ എന്തോ പറ്റും? ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, ഇയാൾ നോക്കിയപ്പോൾ നമ്മുടെ കൺട്രോളിലുള്ളതല്ല. അപ്പൊ അയാൾ ആർക്ക് കൊടുക്കും? അത് നാഷണൽ ISP കൊടുക്കും. നാഷണൽ ISP നോക്കുമ്പോൾ അയാളുടെ കൺട്രോളിലുള്ളതാ, ഈ നാഷണലിൽ തന്നെ ഉള്ളതാ. അപ്പൊ എന്ത് ചെയ്യും? അയാൾ ആർക്ക് കൊടുക്കും? ഈ റീജിയണൽ ISP കൊടുക്കും. ആ റീജിയണൽ ISP എന്തോ ചെയ്യും? ഈ ISP കൊടുക്കും. അവിടുന്ന് എങ്ങോട്ട് പോകും? ഗൂഗിളിന്റെ സെർവറിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇന്റർ കണക്ട് ചെയ്താണ് ഈ സംഭവങ്ങൾ മൊത്തം നടക്കുന്നത്. ഇത് നാഷണൽ ലെവലിലാ. അപ്പൊ ഇന്റർനാഷണൽ ലെവലിലാണ് എന്ത് സംഭവിക്കും? ഈ സെയിം സാധനം ഇന്റർനാഷണൽ ലെവലിലാണ് എന്ത് ചെയ്യും? ഈ നാഷണൽ ISPയുടെ മേളിൽ വേറെന്തും കൂടെ കാണും. ഇന്റർനാഷണൽ ISP ആടും. അപ്പൊ കണക്ഷൻ എങ്ങനെയാവും? എനിക്കിപ്പം അമേരിക്കയിലുള്ള സെർവറിലോട് കണക്ട് ചെയ്യണമെങ്കിൽ ഞാന് എന്റെ ISP, റീജിയണൽ ISP, നാഷണൽ ISP, അവിടുന്ന് എങ്ങോട്ട് പോകും? ഇന്റർനാഷണൽ ISP. അവിടുന്ന് ഇന്റർനാഷണൽ ISP ആർക്ക് കൊടുക്കും? ഇപ്പൊ അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ അമേരിക്കയുടെ നാഷണൽ ISPയിൽ കൊടുക്കും. അവിടുന്ന് അതിന്റെ റീജിയണൽ ISP, അവിടുന്ന് അതിന്റെ ISP, അങ്ങനെ പോയിട്ട് സർവ് ചെല്ലും. മനസ്സിലായോ? ഇതാണ് കണക്ഷൻ. അപ്പൊ ഇപ്പോഴും നിങ്ങൾ ഇതാണ് കണക്ഷൻ. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ആലോചിച്ചോണം. ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴും നിങ്ങൾ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പിലോ ഒരു ക്ലിക്ക് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് ആലോചിക്കണം. നിങ്ങൾ അമേരിക്കയിലെ ഒരു സ്ഥാനത്തിലാണെങ്കിൽ പോലും വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കണക്ഷൻ ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ഇവിടുന്ന് ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ ISP പോയി, നിങ്ങളുടെ റീജിയണൽ ISP പോയി, അവിടുന്ന് നാഷണൽ ISP പോയി, അവിടുന്ന് ഇന്റർനാഷണൽ ISP പോയി, അവിടുന്ന് തിരിച്ച് എന്തുവാ അവരുടെ നാഷണൽ തിരിച്ചു വരുന്നതിനുള്ള അത്രയും ചെയ്യാൻ സെക്കൻഡ്സ് എടുക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എന്തുമാത്രം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കണക്ഷനാണ്. ഇപ്പൊ നിങ്ങൾ നെറ്റ്ഫ്ലിക്സോ അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ സെർവർ, ഇന്ത്യയിലെ യൂട്യൂബിന്റെ സെർവർ ഇപ്പൊ ഉണ്ടോന്ന് അറിഞ്ഞൂടാ, ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ലായിരുന്നു വിചാരിക്കുക. അപ്പൊ അമേരിക്കയിലെ ഉള്ള യൂട്യൂബിന്റെ സെർവർ, അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ സെർവറുകൾ, അതിനകത്ത് കയറി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ലൈവായിട്ട് വീഡിയോ സ്ട്രീം ചെയ്യുക എന്ന് ആലോചിക്കുക. ഇത്രയും കണക്ഷനകത്തൂടെ പോയിട്ടാണ് ഡേറ്റ നിങ്ങൾക്ക് പോയി തിരിച്ചു വരുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കിയേ എന്തുമാത്രം സൊഫിസ്റ്റിക്കേറ്റഡ് കണക്ഷൻസാ. ആ റൂട്ടറുകളും റൂട്ടിങ്ങും നമ്മുടെ ISPകളും എത്രമാത്രം സൊഫിസ്റ്റിക്കേറ്റഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഇന്റർനെറ്റ് എന്ന് ശരിക്കും ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനം എന്തുവാ? മൊത്തത്തിലുള്ളൊരു നെറ്റ്വർക്കാ. അത്രേ ഉള്ളൂ. നമ്മുടെ കോളേജിലെ ലാൻ പോലെ തന്നെ അതിന്റെ ഒരു വലിയ സ്കെയിൽഡ് വേർഷനാണ് എന്തുവാ? ഇന്റർനെറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ആ ഇരിക്കുന്ന സാധനത്തിന്റെ ഒരു വലിയൊരു സ്കെയിൽഡ് വേർഷനാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇന്റർനെറ്റിനകത്ത് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിക്സ്ഡ് കണക്ഷൻ ഉണ്ടോ? ഇല്ല. മനസ്സിലായോ? എനിക്ക് കണക്ഷൻ വേണ്ട സമയത്ത് മാത്രമല്ല ഞാൻ കണക്ട് ആവുന്നുള്ളൂ. ഇപ്പൊ നീ നിന്റെ ഫോണിൽ നെറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല. നീ എപ്പോഴാണോ നിനക്ക് നെറ്റ് ഓൺ ആവുന്നേ, അത് നിനക്ക് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ മുമ്പിലേക്ക് പോവാം. എങ്കിലും നെറ്റ് ഓൺ ആവുമ്പോൾ നിങ്ങൾക്ക് നിന്റെ ISP നിനക്ക് ഒരു IP അഡ്രസ് തരും. മനസ്സിലാവുന്നുണ്ടോ? കേട്ടിട്ടുണ്ടോ IP അഡ്രസ്? അപ്പൊ നിന്റെ ISP, നിന്റെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നിനക്കൊരു IP അഡ്രസ് തരും. ആ IP അഡ്രസ് ഉപയോഗിച്ച് കിട്ടിക്കഴിഞ്ഞ് നിനക്ക് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നീ എന്തുമായിട്ട് കണക്ട് ആവുന്നേ? ഈ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ആവുന്നത്.
ആ നെറ്റ്വർക്കിൽ നിന്ന് അടുത്ത ISP അങ്ങനെ നമുക്ക് പോയിട്ട് കംപ്ലീറ്റ് ഇന്റർനെറ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ സപ്പോസ് നിങ്ങൾ വിചാരിക്കുക ഇവിടെ ഗൂഗിളിന്റെ സെർവർ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഈ ISP ന്ന് ഈ ഗൂഗിളിന്റെ സെർവറിലോട്ട് പോകുന്ന ലൈനിന് എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ ആ സെർവറിന് എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ ഈ റൂട്ടറിന് എന്തെങ്കിലും പറ്റി, ഈ റീജിയണൽ ISPക്ക് എന്തെങ്കിലും പറ്റി, ഈ നാഷണൽ ഈ പോകുന്ന വഴിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ എന്താ വരാൻ ചാൻസ് ഉണ്ട്? ഒന്നുകിൽ നമുക്ക് ഈ സെർവർ കിട്ടുമോ, ഗൂഗിളിന്റെ സെർവർ കിട്ടുമോ? ഇല്ല. അല്ലെങ്കിൽ വേറെ ഓൾട്ടർനേറ്റീവ് പാത്ത് ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക, സമയം കൂടുതൽ എടുക്കത്തില്ലേ? സാധാരണ പോകുന്ന എളുപ്പമുള്ള വഴിയെക്കാട്ടിലും കൂടുതൽ വഴി കൂടെ കറങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് എന്താ വരാൻ ചാൻസ് ഉണ്ട്? ഡിലേ വരാൻ ചാൻസ് ഇല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇന്നലെയൊക്കെ ഗൂഗിളിന്റെ സെർവർ ഡൗൺ ആയപ്പോ എന്ത് പറ്റിയെന്ന്? ഈ ഗൂഗിളിന്റെ സെർവർ ഡൗണാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അയക്കുന്ന സാധനം അങ്ങോട്ടങ്ങ് എത്തുന്നുമില്ല, അവിടുന്ന് തിരിച്ചുള്ള സാധനം ഇങ്ങോട്ടൊന്നും വരുന്നുമില്ല. അപ്പൊ എന്താ പറ്റും? ഇപ്പൊ ഞാനിപ്പോ ജിമെയിൽ ഒന്ന് അടിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ ജിമെയിലോട്ട് പോവോ? പോകത്തില്ല. ഇതാണ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ എന്റെ ഫുൾ പറയുന്നത് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ്വർക്ക് ചെറിയ ചെറിയ നെറ്റ്വർക്കുകളുടെ നമ്മൾ ഇന്റർന്നും ഇൻട്രാന്നും കേട്ടിട്ടുണ്ടല്ലോ, ഒരുമിച്ച് കണക്ട് ചെയ്യുന്നത്. അതിൽ ഇന്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്തുവാ? പല നെറ്റ്വർക്കുകളുടെ ഒരുമിച്ച് ചേർക്കുന്നതാണ് ഇന്റർ നെറ്റ്വർക്ക് തമ്മിലുള്ളതെന്ന് പറയുന്നത്. ആ ഇന്റർ നെറ്റ്വർക്കിന്റെ ആ ലാസ്റ്റിലത്തെ വർക്ക് കളഞ്ഞിട്ടുള്ള സാധനമാണ് എന്ത് പേര്? ഇന്റർനെറ്റ്. അങ്ങനെയാണ് ഈ സാധനത്തിന്റെ പേര് വരുന്നത്. മനസ്സിലായ കൺസെപ്റ്റ് എന്തുവാന്ന്? ഇതാണ് നമ്മുടെ ഇന്റർനെറ്റ്. ഇനി താഴെ നമ്മുടെ നാഷണൽ തന്നെ നമുക്ക് പല നാഷണൽ ISPകൾ കണ്ടേക്കാം. അവരെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. ഇതൊക്കെ നിങ്ങൾ കാര്യം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഏകദേശം മനസ്സിലായി ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനം എന്തുവാന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇല്ലേ? ഇനി പ്രോട്ടോകോൾസ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളൊന്ന് കാണിച്ചു തന്നതാ. എന്ത് ചെയ്യാ എവിടാ? ഇതേ ഫസ്റ്റ് നമ്മുടെ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഇതിനകത്ത് പറഞ്ഞാണ് നമുക്ക് ട്രാൻസ്മിറ്റർ ഉണ്ട്, ഒരു റിസീവർ ഉണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. അത് അയക്കണമെങ്കിൽ ട്രാൻസ്മിറ്ററും റിസീവറും കുറെ സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യണം. ആ സെറ്റ് ഓഫ് റൂൾസിന് ഞാൻ വിളിക്കുന്ന പേരെന്തുവാ? പ്രോട്ടോകോൾ ആണേ. അപ്പൊ അതെന്താണ് ആ പ്രോട്ടോകോൾ എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ? സെറ്റ് ഓഫ് റൂൾസ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ. നമ്മുടെ ഡേറ്റ കമ്മ്യൂണിക്കേഷനെ ഗവേൺ ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഒരു സെറ്റ് ഓഫ് റൂൾസ്, അത് ഒരു റൂളെന്നോ 2 റൂളെന്നോ 10 റൂളെന്നോ സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടോകോൾ. എന്തിനായിരിക്കും ആ പ്രോട്ടോകോള് എന്നാലോചിക്കേ. എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇത്രേ ഉള്ളൂ. എന്ത് ഡേറ്റ എങ്ങനെ എപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് എന്തുവാ? പ്രോട്ടോകോൾ. അത്രയും വരെ മനസ്സിലായോ? അപ്പോ എന്തൊക്കെയാണ് ഒരു പ്രോട്ടോകോൾ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോട്ടോകോൾ നോക്കുന്ന 3 കാര്യങ്ങളാണ് ഈ താഴെ എഴുതിയിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഒരു പ്രോട്ടോകോൾ നോക്കുന്നത്. സിന്റാക്സ്, സെമാന്റിക്സ് ആൻഡ് ടൈമിംഗ്. ഈ വേർഡുകൾ കേട്ടിട്ടുണ്ടല്ലോ, സിന്റാക്സ് എന്നും സെമാന്റിക്സ് എന്നും ടൈമിംഗ് എന്നുള്ള വേർഡുകൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? സിന്റാക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാടാ? സിന്റാക്സ് നിങ്ങൾ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചില്ലേ? മൈക്രോ പ്രോസസറിന്റെ പ്രോഗ്രാമിംഗ് പഠിച്ചു. സി പ്രോഗ്രാമിംഗ് പഠിച്ചോ? നിങ്ങൾ സി പഠിച്ചോ പിള്ളേരെ? ഹലോ, നിങ്ങൾക്ക് സി പ്രോഗ്രാമിംഗ് എവിടോ ഇടത്തില്ലേ? പോട്ടെ, എന്തു ആയിക്കോട്ടെ, സി വേണ്ട, C++ മതി, കുഴപ്പമില്ല. അതിനകത്ത് സിന്റാക്സ് എന്ന് കേട്ടിട്ടില്ലയോ? കുഴപ്പമില്ല. അതിനകത്ത് സിന്റാക്സ് എന്ന് കേട്ടിട്ടില്ലയോ? സിന്റാക്സ് എറർ ആണോ സാറേ? സിന്റാക്സ് എറർ എന്നായിക്കോട്ടെ, സിന്റാക്സ് ഒരു വേർഡ് അതിനകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തുവാടാ സിന്റാക്സ്? ഓരോ ഇതായിരിക്കും. ഇതാരടാ അവിടെ ഫോൺ ചെയ്യുവാന്നോ? സിന്റാക്സ് എന്തോ ആയിരിക്കും നീ പറഞ്ഞു. സിന്റാക്സ് എന്ന് പറഞ്ഞാല് ഓരോ ലെറ്റർ ഇതൊക്കെയാണ്. നീ സിന്റാക്സ് എറർ എന്ന് കേട്ടിട്ടുണ്ടോ? സിന്റാക്സ് എറർ എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിനകത്ത് കുത്തും കോമയൊക്കെ അതാണോ? പറ, മൊത്തം പറ. നിങ്ങൾ പഠിച്ചില്ലേ? പരീക്ഷ ഏത് സമയം പഠിച്ചാ? കോഡ് തെറ്റിപ്പോകുന്നതാണ് സിന്റാക്സ് എറർ. കോഡ് തെറ്റിപ്പോകുന്നത് മാത്രമാണോ? തെറ്റാണെന്ന് മാത്രല്ല, ശരിയല്ലാത്തത്. ശരി, നിങ്ങൾ ആരാ പഠിപ്പിച്ച C++? ഞങ്ങക്ക് ലാംഗ്വേജ് ഒന്നും പഠിക്കാനില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ പഠിക്കാനുള്ളത്? ഞങ്ങക്ക് എന്ത് പഠിക്കാനുള്ളത്?
ഏഹ് അതിന് ഞങ്ങൾക്ക് എന്തുവാ കഴിഞ്ഞ വട്ടം ഏതായിരുന്നു ആ സബ്ജക്റ്റിന്റെ ഊപ്സ്, ആ ആ അതിനകത്ത് C++ എന്ന് പറഞ്ഞത് എന്തുവാ 2 ദിവസം ക്ലാസ്സിലിരുന്ന് പിന്നെ കൊറോണ ഉണ്ടായിരുന്നു. ഓ അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ സീരിയസ് എക്സാം ഒക്കെ എങ്ങനെയാണ് എഴുതിയേ? അത് കുറച്ച് അല്ലാതെ മറ്റേ തന്നെ പഠിച്ചങ്ങ് എഴുതിക്കോളാന്ന് പറഞ്ഞ കുറച്ച് ടീച്ചർ നോട്ട് തന്നായിരുന്നു. ഊപ്സാരായിരുന്നു? ശ്രുതി മിസ് ഒക്കെ ആയിരുന്നോ? ആ ശരി. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് സിൻടാക്സ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഫോർമാറ്റ്. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റ്. നിങ്ങളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോഗ്രാമിന് ഒരു ഫോർമാറ്റ് കാണുമല്ലോ. ഇപ്പൊ നിങ്ങൾ C++ന്റെ ആയിക്കോട്ടെ, സി ആയിക്കോട്ടെ, ഇപ്പൊ അതിനൊരു ഹെഡർ ഫയൽ കാണും, കുത്തും കോമയും കാണും, അല്ലെങ്കിൽ ഇപ്പം ഒരു കീ വേർഡുകൾ കാണും, ആൻഡ്, ഓർ, നോട്ട്, ഈഫ്, വാട്ട്, വെൻ, ഇല്ലേ, അങ്ങനെ കുറെ കീവേഡ്സ് കാണും. അല്ലെങ്കിൽ C++ പഠിക്കുകയാണെങ്കിൽ സി ഔട്ട്, സി ഇൻ, അങ്ങനെ കുറെ കീവേഡ്സുകൾ, പ്രിന്റ്, അങ്ങനെ സ്കാന്, ഇങ്ങനെ കുറെ കീവേഡ്സ്, ഈ സാധനങ്ങളൊക്കെ ഇല്ലേ. ഇപ്പൊ നിങ്ങൾ അതിനകത്തുള്ള ഏതെങ്കിലും ലെറ്റർ തെറ്റിച്ചടിച്ചാലോ? ഇപ്പൊ പ്രിന്റിന് പകരം ഞാൻ PRINTക്ക് പകരം PRI വിട്ടുപോയി, PRNT ചെയ്തിട്ടാ വർക്ക് ചെയ്യോ? വർക്ക് ചെയ്തില്ല. ആൻഡ് എഴുതിയതിന് പകരം ANDക്ക് പകരം ANT എഴുതിയ വർക്ക് ചെയ്യോ? ഇല്ല. കോളനും സെമി കോളനും ഇടരുത്, അത് ഇട്ടില്ലെങ്കിൽ വർക്ക് ചെയ്യോ? വർക്ക് ചെയ്യോ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം? ഇല്ല. ഇല്ല. എന്ന് പറഞ്ഞാൽ ആ ഫോർമാറ്റ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് വർക്ക് ചെയ്യുള്ളൂ? നമ്മുടെ ഔട്ട്പുട്ട്. നിങ്ങൾ സി ഔട്ട് എഴുതുമ്പോൾ തന്നെ 2 ലെസ് ദാൻ സൈനോ ഗ്രേറ്റർ സൈനോ ഒക്കെ ഇട്ട് അതിന്റെ എല്ലാം എഴുതി വരുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് വരത്തില്ലല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫോർമാറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സിൻടാക്സ്. അപ്പൊ നിങ്ങൾ ആ എഴുതുന്ന ഫോർമാറ്റിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്താ എറർ വന്നോണ്ടിരുന്നത്? നിങ്ങൾക്ക് സിൻടാക്സ് എറർ എന്ന് വന്നോണ്ടിരുന്നത്. ഇവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷന്റെ കേസിൽ നമ്മുടെ പ്രോട്ടോകോൾ നോക്കുന്ന 3 കാര്യങ്ങളിൽ ഒന്നാണ് സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റ്. ഡേറ്റയുടെ ഫോർമാറ്റ്, ഡേറ്റ അയക്കേണ്ട രീതിയിൽ, നമ്മൾ അയക്കാൻ പറ്റുന്ന അയക്കേണ്ട ഫോർമാറ്റിൽ തന്നെയാണോ ഡേറ്റ വരുന്നത്, ആ അങ്ങനെ ഇന്ന ഫോർമാറ്റിൽ വേണം ഡേറ്റ അയക്കാൻ എന്ന് മോണിറ്റർ ചെയ്യുന്ന റൂളുകളാണ് ഏത് നോക്കുന്നത്? സിൻടാക്സ് നോക്കുന്നത്. സെമാന്റിക്സ്, അതായത് ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത് അത് തന്നെ ഉദ്ദേശിച്ചു. എന്താണെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നോക്കുന്നതാണ് സിൻടാക്സ്. സെമാന്റിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഡേറ്റ, എന്ത് ഡേറ്റയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിനകത്തുള്ള കണ്ടന്റ്. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ പ്രോപ്പർലി മോണിറ്റർ ചെയ്യുന്നതാണ് നമ്മുടെ പ്രോട്ടോകോൾ, ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ. അതായത് എന്തൊക്കെയാ? സിൻടാക്സ്, സെമാന്റിക്സ്, ടൈമിംഗ്. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രക്ചർ ഓർ ഫോർമാറ്റ് ഓഫ് ദി ഡേറ്റ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഓരോ ബിറ്റും എങ്ങനെയാണ്, ആ ബിറ്റ് കറക്റ്റ് പോകേണ്ട രീതി തന്നെയാണോ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ നേരത്തെ പഠിച്ചുള്ള സ്റ്റാർട്ട് ബിറ്റ്, സ്റ്റോപ്പ് ബിറ്റ് സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ, അതിന്റെ ഫ്രെയിം ഫോർമാറ്റ് കറക്റ്റ് ആണോ, ഇതെല്ലാം നോക്കുന്ന ആരായിരിക്കും? സിൻടാക്സ് ചെക്ക് ചെയ്യണം. അതിനുള്ള കുറെ റൂൾസ് ഉണ്ടാവും. മനസ്സിലായോ? സെമാന്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിനകത്ത് എന്തുവാ ഉള്ളേ, എന്താണ് ഡേറ്റ, അല്ലെങ്കിൽ ആ ബിറ്റുകളുടെയൊക്കെ മീനിങ് എന്തുവാ, ആ ഫീൽഡുകളൊക്കെ എന്തുവാ, അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ, ഇങ്ങനെയുള്ള കണ്ടന്റ് മനസ്സിലാക്കുന്നതാണ് ഇവിടെ അതിനാവശ്യമായിട്ടുള്ള റൂൾസ് ആണ് ഏത്? സെമാന്റിക്സ്. ടൈമിംഗ് എന്ന് പറഞ്ഞാലോ, എപ്പോ ഈ ഡേറ്റ എപ്പോ അയക്കണം, എപ്പോ റിസീവ് ചെയ്യണം, എത്ര സ്പീഡിൽ പോകണം, പെട്ടെന്ന് ചെല്ലണോ, പതുക്കെ ചെന്നാൽ മതിയോ, പതുക്കെ പോയാലും കുഴപ്പമില്ലേ, ഡിലേ കൂടാൻ പാടുണ്ടോ, ഇങ്ങനെയുള്ള ടൈമിംഗ് സംബന്ധമായ കാര്യങ്ങളും ആരാ നോക്കുന്നത്? പ്രോട്ടോകോൾ. അപ്പൊ ഒരു പ്രോട്ടോകോളിനകത്തുള്ള സെറ്റ് ഓഫ് റൂൾസ് മെയിൻലി 3 കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കും. എന്തിനൊക്കെ ഉണ്ട്? സിൻടാക്സ് നോക്കാൻ വേണ്ടിയിട്ട്, സെമാന്റിക്സ് നോക്കാൻ വേണ്ടിയിട്ട്, ടൈമിംഗ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോട്ടോകോൾ. ഇതിനു വേണ്ടിയുള്ള പല 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 റൂൾസ് ഉണ്ട്, നമ്മൾ പഠിക്കും അത്. പിന്നെ ആ പല പല റൂൾസുകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെക്കുന്ന സാധനമാണ് എന്ത്? നമ്മുടെ പ്രോട്ടോകോൾ എന്ന് പറയുന്ന സാധനം. ഇനി അത്രയും വരെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? എങ്ങനെയാണ് എന്താണ് ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നൊരു സാധനം. ഇനി ഈ രീതിയിൽ നമുക്ക് പ്രോസസ് ചെയ്യണം. കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യണം. എനിക്ക് ഒന്നിൽ കൂടുതൽ ഡിവൈസ്, കമ്പ്യൂട്ടർ എന്ന് ഞാൻ പറയുന്നെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പലതവണ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നെങ്കിലും അത് എപ്പോഴും നമ്മുടെ ഫിസിക്കൽ കമ്പ്യൂട്ടർ തന്നെ ആവണമെന്നില്ല. ഫോൺ ആവാം, ലാപ്ടോപ്പ് ആവാം, എന്തും ആയിക്കോളാം. ഒരു നോഡ് എന്ന് മാത്രമേ മനസ്സിൽ വിചാരമുള്ളൂ, ഒരു ഡിവൈസ് എന്ന് മാത്രമേ മനസ്സിൽ വരാൻ പാടുള്ളൂ. അപ്പൊ അതില് നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾക്ക് ഇപ്പൊ 2 ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? ഈ പറഞ്ഞ പോലത്തെ നമ്മൾ സിൻടാക്സ് നോക്കണം, സിമാറ്റിക്സ് നോക്കണം, അല്ലെങ്കിൽ ടൈമിംഗ് നോക്കണം, നമ്മുടെ നെറ്റ്വർക്ക് കറക്റ്റ് ആണോ നോക്കണം, നെറ്റ്വർക്കിലൂടെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം, അത് അവിടെ ചെല്ലണം, അവർ ഇതൊക്കെ നോക്കി റിസീവ് ചെയ്യണം, വായിക്കണം, ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്യണ്ടേ?
ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരിയാ, കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും. നമുക്കിപ്പോ ഒരു വെബ്സൈറ്റിന്റെ പേരടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ഈ സാധനം എല്ലാം പെട്ടെന്ന് തിരിച്ചു വരുന്നൊക്കെ ഉണ്ട്. വിത്തിൻ സെക്കൻഡ്സ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിനർത്ഥം ഇതൊക്കെ എളുപ്പമാണെന്നാണോ? അല്ല. ഈ സാധനം നല്ല പാടാ. നമുക്ക് പ്രോസസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഒക്കെ നല്ല പാടായതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട പരിപാടികളെ, ഇപ്പൊ ഡേറ്റ ഒരു ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിലേക്ക് ഡേറ്റ അയക്കുന്ന പ്രൊസീജിയറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? പല പല ലെയറുകളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അതായത് നമ്മളിപ്പം ഒരു വലിയൊരു കാര്യം ഒരുമിച്ച് ചെയ്യാൻ നിൽക്കാതെ അതിനെ കുഞ്ഞു 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 ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് പോലെ അപ്പൊ കുറെ കൂടെ എളുപ്പമല്ലേ? ഇപ്പൊ നമ്മളൊരു വലിയ പാടുള്ള സാധനത്തിനെ ഒരുമിച്ച് ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പമാണല്ലോ അതിനെ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോന്നായിട്ട് ചെയ്യുന്നത്. അത് തന്നെ ഉള്ളൂ. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പല ലെയറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ലെയറായിട്ട് പ്രോസസ് ചെയ്യാം. ഇത് ഇവര് ഇപ്പം എല്ലാരും എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷൻ, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഫീൽഡ് വന്നപ്പോ തൊട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ തന്നെ ഞാനും പറയാം. ആ എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഈ കൂട്ടത്തില് മറ്റേ എഴുത്തയച്ചിട്ടുള്ള എത്ര പേരുണ്ട്? എഴുത്തയച്ചിട്ടുള്ള ഫിസിക്കലി നിങ്ങൾ ലെറ്റർ എഴുതി പോസ്റ്റ് ചെയ്ത് എഴുത്തയച്ചിട്ടുള്ള അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട് ഈ കൂട്ടത്തില് ക്ലാസ്സിൽ? ഏതാ? അതായത് ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? വന്നിട്ടില്ല. നീ അയക്കേണ്ടി വന്നിട്ടില്ല, അതാ പറഞ്ഞ അയക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത് ആരെങ്കിലും ഉണ്ടോന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആരെങ്കിലും ഏതാ ഒരു ക്രിസ്മസ് കാർഡോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻവിറ്റേഷനോ എന്തെങ്കിലും, ലെറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ലെറ്റർ മാത്രമാണെന്നില്ല, എന്തെങ്കിലും ഒരു സാധനം പോസ്റ്റൽ വഴി അയച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കിട്ടിയിട്ടുണ്ട്. ശരി, എന്തുവാ നിനക്ക് എന്തെങ്കിലും എഴുത്ത് കിട്ടിയിട്ടുണ്ട്? എഴുത്ത് കിട്ടുമ്പോൾ നിനക്ക് എങ്ങനെ കിട്ടുന്നേ? ഒരു പൊട്ടിക്കാത്ത കവറല്ലേ കിട്ടുന്നേ? ആ കവറിന്റെ മണ്ടയിൽ നിന്റെ അഡ്രസ്സ് കാണും. അതുപോലെ തന്നെ എന്റെ മണ്ടയിൽ എന്തോ കാണും, ഒരു സ്റ്റാമ്പും കാണും. ആ അഡ്രസ്സും സ്റ്റാമ്പും ഒക്കെ എഴുതി പുറകെ സൈഡിൽ ആരാ അയച്ചെന്നൊക്കെ വെച്ചോണ്ട് നിനക്ക് ഒരു ലെറ്റർ സാധനം ആരും കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? ഇത് എങ്ങനെ ആയിരിക്കും അവിടുന്ന് അയച്ചിട്ടുണ്ടാവുക? അയച്ച ആളെങ്ങനെയായിരിക്കും അയച്ചിട്ടുണ്ടാവുക? അയാൾ ആ ലെറ്റർ എഴുതി അതിനകത്ത് നിനക്ക് ആ കണ്ടന്റുകളെല്ലാം വെച്ചു, അത് ഒരു കവറിനകത്തിട്ട് പൊതിഞ്ഞു, ഒട്ടിച്ചു, അതിന്റെ മേളിൽ സ്റ്റാമ്പ് ഒട്ടിച്ചു. എന്നിട്ട് അയാൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ പോസ്റ്റ് ബോക്സ് ഇടും അല്ലേ? എന്നിട്ട് ആ പോസ്റ്റ്മാൻ വന്നിട്ട് എന്തോ ചെയ്യും? ആ എഴുതി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോകും. എന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി നോക്കും ഇത് എങ്ങോട്ടാ പോകേണ്ടത്, ഇത് ഏത് അഡ്രസ്സിലേക്കാ പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് ജില്ലയിലേക്കാ പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തേക്കാ പോകേണ്ടത്. ഇത് നോക്കിയിട്ട് അയാൾ അങ്ങോട്ട് പോകുന്ന വണ്ടിക്ക് അത് കയറ്റിവിടും ഇല്ലയോ? അത് കറങ്ങി നമ്മുടെ ആ ഏരിയയിലുള്ള പോസ്റ്റ് ഓഫീസിൽ വരും. മെയിൻ പോസ്റ്റ് ഓഫീസിൽ വരും, അതിന്റെ സബ് പോസ്റ്റ് ഓഫീസിൽ വരും. അവിടെ നിന്ന് കറങ്ങി നമ്മുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ വരും, അല്ലെങ്കിൽ ആ അഡ്രസ്സിന്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ വരും. അയാൾ അത് നോക്കിയിട്ട് നമ്മുടെ അഡ്രസ്സ് നോക്കിയിട്ട് പോസ്റ്റ്മാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പോസ്റ്റ് വുമൺ എന്ത് ചെയ്യും? ആ സാധനം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും. നമ്മളത് മേടിക്കും. നമ്മളത് മേടിച്ചിട്ട് നമ്മളത് പൊട്ടിക്കും. ആ പൊട്ടിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും, അതിന്റെ പുറകെ സൈഡ് നോക്കി കഴിഞ്ഞാൽ എവിടുന്ന സാധനം വന്നെന്ന് അറിയാൻ പറ്റുമല്ലോ, ആരയച്ചെന്നൊക്കെ അറിയാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ സാധനം പൊട്ടിച്ച് അതിനകത്തുള്ള കണ്ടന്റ് എടുത്ത് വായിക്കും. ശരിയാണോ? ഇങ്ങനെയല്ലേ നടക്കുന്നേ? സംശയമൊന്നുമില്ല കാര്യത്തില്. ചുരുക്കം പറഞ്ഞാൽ അവിടുന്ന് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ ആണ് മറ്റേ ആളെങ്കിൽ, അല്ലെങ്കിൽ സെൻഡർ മറ്റേ ആളെങ്കിൽ, അയാൾ എന്ത് ഡേറ്റ അയച്ചോ ആ ഡേറ്റ തന്നെയാണ് ആർക്ക് കിട്ടിയേക്കുന്നേ? നിനക്ക് കിട്ടിയേക്കുന്നേ. പക്ഷെ ആ ഡേറ്റ ഈ ഇടയ്ക്ക് നടുക്ക് നിന്ന് ആർക്കും ഈ ഡേറ്റ എന്തെന്ന് അറിയാൻ പറ്റുമോ? നടുക്ക് നിന്ന പോസ്റ്റ് ഓഫീസുകാരനോ പോസ്റ്റ്മാനോ അല്ലെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന വണ്ടിക്കാരനോ പോസ്റ്റ് വുമണിനോ ഇവിടുത്തെ പോസ്റ്റ്മാനോ പോസ്റ്റ് ഓഫീസ് ആർക്കും അറിഞ്ഞൂടല്ലോ. അത് ആർക്കേ അറിയുള്ളൂ എന്തോ ഡേറ്റ അയച്ചാക്കും ഇപ്പൊ എടുക്കാമെന്ന് വായിക്കുന്ന ആൾക്കാർ അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രോസസ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ട്രാൻസ്മിറ്റർ ഡേറ്റ എടുക്കുന്നു, അതിനെ റെഡിയാക്കുന്നു, നമ്മൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുന്നു, അവിടുന്ന് അടുത്തടുത്തോട്ട് പോകുന്നു, കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്നു. പല 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 സ്റ്റേജുകളായിട്ടല്ലേ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നേ? ശരിയാന്നേ? ഇതേ രീതി തന്നെയാണ് നമ്മൾ ഇന്റർനെറ്റില് നമ്മൾ പല ലെയേഴ്സ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നത്. ഇതൊരു എക്സാമ്പിൾ, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒരു വിർച്വൽ റെപ്രസെന്റേഷൻ കാണിച്ചിട്ടേ ഉള്ളൂ. വിർച്വൽ റെപ്രസെന്റേഷൻ കാണിക്കുന്നേ ഉള്ളൂ. എന്തൊക്കെയാ? ലെറ്റർ എഴുതി മെയിൽ ബോക്സിൽ കൊടുക്കുന്നു, അത് അവിടുന്ന് പോസ്റ്റ് ഓഫീസിൽ പോകുന്നു, അവിടുന്ന് പോസ്റ്റ് ഓഫീസിൽ കാരിയറിന് കൊടുക്കുന്നു, അത് ക്യാരി ചെയ്ത് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവരുന്നു, അവിടുന്ന് അത് പോസ്റ്റ് ഓഫീസിൽ നമ്മുടെ മെയിൽ ബോക്സിൽ കൊണ്ടുതരുന്നു, നമ്മളത് എടുക്കുന്നു, വായിച്ചു നോക്കുന്നു. ഇതിപ്പോ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ഇനി ഈ ഒരു ഇതേ കൺസെപ്റ്റ് നമ്മുടെ ഇന്റർനെറ്റിനകത്ത് എങ്ങനെ വരും നോക്കാം. അതായത് നമ്മള് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്, 1947 ഫോം ചെയ്ത ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. അത് നിങ്ങൾ കേട്ടിട്ടുള്ളൂ, ISO എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ ISO സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ഡിവൈസുകളിലൊക്കെ പരസ്യം വരുമ്പോൾ ഞങ്ങൾക്ക് ISO സർട്ടിഫിക്കേഷൻ ഉള്ളത് കേട്ടിട്ടുണ്ടോ?
മറ്റേ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഡിവൈസുകളും സാധനങ്ങളൊക്കെ വരുന്ന ISO സർട്ടിഫിക്കേഷൻ 2020 വരെ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് 1947 നിലവിൽ വന്നൊരു സാധനമാണ്. അപ്പൊ അവര് നമ്മുടെ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ ഇതിന്റെയൊക്കെ സ്റ്റാൻഡേർഡ് കറക്റ്റ് ആണെന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഗവൺമെന്റൽ ബോഡിയാണ്. അപ്പൊ അവര് ഈ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻസ് എല്ലാം കറക്റ്റ് ആണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനത്തിൽ ഒരു മോണിറ്റർ ചെയ്യാനും എടുക്കാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ഫോം ചെയ്തിട്ടുണ്ട്. അതിന് വിളിക്കുന്നത് ഓപ്പൺ സിസ്റ്റംസ് ഇന്റർ കണക്ഷൻ എന്നും പറഞ്ഞാണ് ആ ഒരു സാധനം ഫോം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ OSI എന്ന് പറഞ്ഞൊരു മോഡൽ ആര് ഫോം ചെയ്തിട്ടുണ്ട്? ഈ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ഫോം ചെയ്ത ഈ OSI ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡലാണ് ആര് ഫോളോ ചെയ്യുന്നത്? ഓൾ ദി വേൾഡിലുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് വേൾഡിലുള്ള കണക്ഷൻസും ഫോളോ ചെയ്യുന്നത്. അതെന്താണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ഫോം ചെയ്ത OSI മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്റർനെറ്റിനെ എന്ത് ചെയ്തേക്കും അവര് 7 ലെയറായിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. നമ്മുടെ ഇന്റർനെറ്റിനെ 7 ലെയറായിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. ഈ ഒരു പഠിപ്പിക്കാൻ പോകുന്ന ഈ പോർഷൻ OSI മോഡൽ എന്ന് പറയുന്ന പോർഷൻ എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഈ മോഡ്യൂളിൽ നിന്ന് ഈ സിലബസ് അല്ലെങ്കിൽ ഈ സബ്ജക്ട് ഉണ്ടാക്കിയ കാലം തൊട്ട് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനകത്ത് നിന്ന് എല്ലാ തവണയും വരുന്ന എസ്എ ക്വസ്റ്റൻ ആണ്. ഇതുവരെ തെറ്റിട്ടില്ല. OSI മോഡൽസ് അല്ലെ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് OSI മോഡൽ, അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ലെയർ എടുത്ത് ചോദിക്കാത്ത ഒരൊറ്റ പരീക്ഷ പോലും കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷന്റെയോ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗിന്റെയോ ആണെങ്കിൽ പരീക്ഷകളിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനമാണ് OSI മോഡൽ. ഇത് എല്ലാ ലെയറും പഠിക്കണം. ഈ ഓരോ ലെയറിന്റെയും വർക്കിംഗ് എന്താണെന്നും ഓരോ ലെയറിന്റെയും ജോലികൾ എന്തൊക്കെയാണെന്നും നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. എങ്കിലും ഇത് ശ്രദ്ധിച്ച് കേട്ട് ഈ പോർഷൻ പഠിച്ചേ പറ്റുള്ളൂ. ഇത് പരീക്ഷയ്ക്ക് എല്ലാ തവണ ഇത് ചോദിക്കാതെ പരീക്ഷ ഉണ്ടായിട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ താഴേന്ന് മേളിലേക്കാണ് ലെയറിന് നമ്പർ ഇട്ടേക്കുന്നത്. അത് അങ്ങനെയാണ് വരുന്നത്. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 7 ലെയറാണ് നമുക്ക് OSI മോഡലിൽ ഉള്ളത്. എന്തൊക്കെയാ? ഫിസിക്കൽ, ഡാറ്റ ലിങ്ക്, നെറ്റ്വർക്ക്, ട്രാൻസ്പോർട്ട്, സെഷൻ, പ്രസന്റേഷൻ, ആപ്ലിക്കേഷൻ. ഇങ്ങനെ 7 ലെയറാണ് നമുക്ക് എവിടെ ഉള്ളത്? ഒരു OSI മോഡലിൽ ഉള്ളത്. ഇത് ചില സമയത്ത് ഈ OSI മോഡലിനെ വേറൊരു പേരും വിളിക്കും. ISO OSI മോഡൽ എന്ന് വിളിക്കും. അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷന്റെ OSI മോഡൽ, അങ്ങനെ ഒരുമിച്ചും ചിലപ്പോൾ വിളിക്കാറുണ്ട്. എന്നാലും ബേസിക്കലി OSI മോഡൽ എന്നാണ് അതിന്റെ ഒരു പേര്. 7 ലെയർ. ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ നമ്മൾ എഴുത്തയക്കുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലേ, എഴുത്തയക്കുന്ന ഒരു എക്സാമ്പിൾ ഓർമ്മയുണ്ട്? ഇപ്പൊ നമ്മൾ പറഞ്ഞ സാധനം, അതിനകത്തുള്ള ട്രാൻസ്മിറ്റർ ഈ ആപ്ലിക്കേഷൻ ലെയറിന്റെ മേളിലായിരിക്കും. നിങ്ങൾ മനസ്സൊന്ന് വിചാരിച്ചേ. അതായത് എഴുത്തയക്കുന്ന ആള്, ഇപ്പൊ നിങ്ങളിപ്പോ ഒരാൾക്ക് എഴുത്തയക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ലെയറിന്റെ മുകളിലാണ് നിങ്ങൾ ഇരിക്കുന്നത് വിചാരിക്കുക. അതിന്റെ ഏറ്റവും താഴെയുള്ള ലെയറാണ് ഫിസിക്കൽ എന്ന് വിചാരിക്കുക. അപ്പോ ഇങ്ങനെ ഒന്ന് വിചാരിച്ചേ, ഇതാണ് നിങ്ങൾ ഇതിന്റെ ഏറ്റവും മേളിൽ നിങ്ങൾ ഇരിപ്പുണ്ട്. അതിന് താഴെ എന്തുണ്ട്? ആപ്ലിക്കേഷൻ ലെയർ. അപ്പൊ നിങ്ങൾ ആരുമായിട്ടായിരിക്കും ഇന്ററാക്ട് ചെയ്യുന്നത്? അയക്കുന്ന ആള് ഏത് ലെയറുമായിട്ടായിരിക്കും ഇന്ററാക്ട് ചെയ്യുന്നത്? നമ്മുടെ ആപ്ലിക്കേഷൻ ലെയർ. നിങ്ങൾ ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യത്തില്ല. പ്രസന്റേഷനുമായിട്ടോ സെഷനുമായിട്ടോ ട്രാൻസ്പോർട്ടോ നെറ്റ്വർക്കോ ഡാറ്റ ലിങ്കോ ഫിസിക്കലോ ഈ ഒരു ലെയറുമായിട്ടും ആരും ഇന്ററാക്ട് ചെയ്യുന്നില്ല. മേളിൽ അയക്കുന്ന ആള് ഇന്ററാക്ട് ചെയ്യുന്നില്ല. അയാൾ ആരുമായിട്ട് മാത്രമേ ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ? ആപ്ലിക്കേഷൻ ലെയറുമായിട്ട് മാത്രമേ ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതാണ് നിങ്ങളുടെ മെയിൽ ബോക്സ് അല്ലെങ്കിൽ നിങ്ങൾ കത്ത് കൊണ്ടിടുന്ന മെയിൽ ബോക്സ് എന്ന് പറയുന്ന സാധനം ഈ ആപ്ലിക്കേഷൻ ലെയർ ആണെന്ന് വിചാരിച്ചേ. അപ്പൊ എങ്ങനെ ഇരിക്കും? നിങ്ങൾ ഇവിടുന്ന് എഴുത്തിടുന്നു. ആ എഴുത്ത് എവിടെ കൊണ്ടിടുന്നു? ആപ്ലിക്കേഷൻ ലെയറിൽ കൊണ്ടിടുന്നു. ആ ആപ്ലിക്കേഷൻ ലെയറിനകത്തുനിന്ന് അവർ പല 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 ലെയറിൽ പ്രോസസ് ചെയ്ത് ഫിസിക്കൽ ലെയറിൽ വരുമ്പോഴാണ് അത് എങ്ങോട്ട് പോകുന്നത്? അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് എന്ന് മനസ്സിലൊന്ന് വിചാരിച്ചേ. അങ്ങനെയാണെങ്കിൽ ഈ ഇടയ്ക്കുള്ളതെല്ലാം ആരാ? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെ പോസ്റ്റ്മാൻ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ലെറ്ററിന് സ്റ്റാമ്പ് അടിക്കുന്ന ആള്, ഇങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതിന്റെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഇടയ്ക്കുള്ള ലെയറുകളിലെല്ലാം. ഈ ഫിസിക്കൽ ലെയർ വന്നു കഴിയുമ്പോൾ അത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നീ ഇപ്പൊ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തിന് ലെറ്റർ അയക്കുന്നെങ്കിൽ ഈ ഞാൻ മേളിൽ നിന്ന് ലെറ്റർ എഴുതി അത് പ്രോസസ് ചെയ്ത് ഫിസിക്കൽ ലെയറിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? പത്തനംതിട്ട തിരുവനന്തപുരത്തിനുള്ള വണ്ടിയെ കയറ്റിവിടും. മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്? അപ്പൊ ഈ ഫിസിക്കൽ ലെയറിൽ എത്തിക്കഴിയുമ്പോൾ അത് എങ്ങോട്ട് പോയി? ഇവിടുന്ന് എവിടോട്ട് കയറ്റിവിട്ടു? തിരുവനന്തപുരത്തിന് കയറ്റിവിട്ടു. ഈ സാധനം തിരുവനന്തപുരത്ത് ചെന്നു എന്ന് വിചാരിക്കുക. അവിടുത്തെ കമ്പ്യൂട്ടറിന് എത്ര ലെയർ ഉണ്ട്? 7 ലെയർ ഉണ്ട്. അപ്പൊ അവര് വന്ന് കയറുന്ന ഏത് ലെയറിലേക്കായിരിക്കും? പത്തനംതിട്ട തിരുവനന്തപുരത്തുള്ള വണ്ടിയല്ലേ? അപ്പൊ തിരുവനന്തപുരത്തുള്ള വണ്ടി വന്ന് കയറുന്ന എങ്ങോട്ടായിരിക്കും? ഫിസിക്കൽ ലെയർ. മനസ്സിലാവുന്നുണ്ടോ? ആ വണ്ടിയിൽ നിന്ന് സാധനം ഇറക്കി തിരിച്ച് ആ സാധനം എല്ലാം നോക്കി ഏത് ലെയർ ചെല്ലും?
ആപ്ലിക്കേഷൻ ലെയർ ചെല്ലും. ആ ആപ്ലിക്കേഷൻ ലെയറിന്റെ മേളിൽ ആരിപ്പുണ്ട്? റിസീവർ ഇരിപ്പുണ്ട്. നിങ്ങൾ ആർക്കാണോ അയച്ചത് ആ റിസീവർ ഇരിപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ ഒരു ഓർഡറിലാണ് നിങ്ങളുടെ ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ടുള്ള പടം ഞാൻ കാണിച്ചു തരാം. എങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ ഒരു ഐഡിയ വരാൻ വേണ്ടി ഇത്രയും പറഞ്ഞു. അതായത് ഒരു OSI മോഡൽ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിൽ കൂടിയുള്ള കമ്മ്യൂണിക്കേഷനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്? 7 ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. ഏതൊക്കെ ലെയർ നമ്മൾ പറയുമ്പോൾ ആ ഓർഡറിൽ അങ്ങ് പഠിച്ചു വെച്ചേക്കാം. 1 2 3 4 5 6 7 എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡാറ്റ ലിങ്ക്, നെറ്റ്വർക്ക്, ട്രാൻസ്പോർട്ട്, സെഷൻ, പ്രസന്റേഷൻ, ആപ്ലിക്കേഷൻ എന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കാം. ഓരോ ലെയറിനും അതിന്റെ ആയിട്ടുള്ള ഉപയോഗമുണ്ട്. ഇതിൽ ആപ്ലിക്കേഷൻ ലെയർ ആണ് ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്? യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ബാക്കി ഒരു ലെയറും ആരുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്നില്ല, യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഏത് ലെയർ മാത്രമാണ്? ആപ്ലിക്കേഷൻ ലെയർ മാത്രമാണ്. ഒരു കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ, നീ ഇപ്പം നിന്റെ ഫോണിൽ നിന്ന് ഫേസ്ബുക്ക് എടുത്ത് നീ ഒരാൾക്ക് മെസ്സേജ് അയക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, നീ ആ മെസ്സേജ് എവിടെ ടൈപ്പ് ചെയ്യുന്നേ? നിന്റെ ഫോണില് ഫേസ്ബുക്കിന്റെ ആപ്ലിക്കേഷൻ, മെസ്സഞ്ചർ ആപ്ലിക്കേഷനകത്തല്ലയോ? ആണേ, നിന്റെ ഫോണിൽ നിന്റെ മെസ്സഞ്ചർ ആപ്ലിക്കേഷനകത്താണ് നീ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്. സംശയമൊന്നുമില്ലല്ലോ കാര്യത്തില്. നീ അത് അയക്കുന്നത് റിസീവ് ചെയ്യുന്ന ആള്, അയാളത് വായിക്കുന്ന എവിടെയാ? അയാളുടെ മെസ്സഞ്ചർ ആപ്ലിക്കേഷനാണല്ലേ. ഈ രണ്ടും രണ്ടും വർക്ക് ചെയ്തേക്കുന്ന എവിടെ? ഏത് ലെയറിലാ? രണ്ട് യൂസർ ഇന്ററാക്ട് ചെയ്തേക്കുന്ന ആരുമായിട്ടാ? ആപ്ലിക്കേഷനോട് മാത്രമല്ലയോ? അത് കഴിഞ്ഞ് നീ അയക്കുന്ന മെസ്സേജ്, നീ ഇപ്പൊ ഹായ് എന്ന് അയച്ചെങ്കിൽ ആ HI എന്ന് പറയുന്ന ആ 2 ലെറ്റർ ആണോ നമ്മുടെ നെറ്റ്വർക്കിനകത്തൂടെ പോന്നേ? അല്ലല്ലോ. അതിനെ കൺവേർട്ട് ചെയ്ത് കുറെ പ്രോസസ് ചെയ്ത് കുറെ ബിറ്റുകളായിട്ടല്ലേ അയക്കുന്നേ. ഈ ചെയ്യുന്ന പണി വല്ലോ നീ അറിയുന്നുണ്ടോ? ഇല്ല. നീ ഇവിടുന്ന് ഹായ് എന്ന് അടിക്കുന്നു, എൻ്റർ അടിക്കുമ്പോൾ എവിടെ ചെല്ലും? അപ്പുറത്ത് ഹായ് ചെല്ലും. പക്ഷെ അത് ഇവിടുന്ന് ഹായ് എന്ന് പറഞ്ഞൊന്നും അല്ലല്ലോ പോയത്. അത് പല 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 ലെവലിൽ കൂടെ പ്രോസസ് ചെയ്ത് ബിറ്റുകളാക്കി ഇന്റർനെറ്റിനകത്തൂടെ ട്രാവൽ ചെയ്ത് അപ്പുറത്ത് ചെന്ന് അതിനെ വീണ്ടും തിരിച്ച് ഹായ് ആക്കിയല്ലേ അവിടെ കാണിച്ചു കൊടുക്കുന്നേ. മനസ്സിലായോ? ഇതാണ് ഏത് ലെയറുകളുടെ പരിപാടി? ഈ OSI മോഡലിലെ ലെയറുകളുടെ പരിപാടി. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ഒരു ഡയഗ്രം ഉണ്ട്. അതായത് ഇവിടെ ഒരു ഡിവൈസ് ഉണ്ട്, ഡിവൈസ് എ. ഇവിടെ ഒരു ഡിവൈസ് ഉണ്ട്, ഡിവൈസ് ബി. ഇവര് തമ്മിൽ നമ്മളിങ്ങനെ ഒരു വയർ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് കണക്ട് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിക്കുക. ഈ ഇടയ്ക്കുള്ള നോഡുകൾ ഇപ്പൊ നോക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ 2 വയറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ, ഇവിടെ ഇരുന്ന് ഒരാൾ ഡേറ്റ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ അത് ഏത് ലെയറിലേക്കാ പോന്നെ? ആപ്ലിക്കേഷൻ. അവിടുന്ന് എങ്ങോട്ട് പോവും? പ്രസന്റേഷൻ. അവിടുന്ന് എങ്ങോട്ട് പോവും? സെഷൻ. അവിടുന്ന് എങ്ങോട്ട് പോവും? ട്രാൻസ്പോർട്ട്. അവിടുന്ന് എങ്ങോട്ട് പോവും? നെറ്റ്വർക്ക്. പിന്നെ ഡാറ്റ ലിങ്ക്, ഫിസിക്കൽ. ഫിസിക്കൽ ലെയറിൽ വന്നു കഴിയുമ്പോൾ ആ ഡേറ്റ എങ്ങോട്ട് പോവും? എങ്ങോട്ടാണോ ചെല്ലേണ്ടത് അവരുടെ എങ്ങോട്ട് പോവും? ഫിസിക്കൽ ലെയറിലേക്ക് പോവും. അവിടുന്ന് എങ്ങോട്ട് പോവും? ഡാറ്റ ലിങ്ക്, നെറ്റ്വർക്ക്, ട്രാൻസ്പോർട്ട്, സെഷൻ, പ്രസന്റേഷൻ, ആപ്ലിക്കേഷൻ. അപ്പോ ഈ ആപ്ലിക്കേഷന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇവിടുന്ന് എന്താണോ ഇൻപുട്ട് കൊടുത്തത് അത് തന്നെ ആയിരിക്കും ഈ ആപ്ലിക്കേഷന്റെ ഔട്ട്പുട്ട്. മനസ്സിലായോ? മനസ്സിലായോ പിള്ളേരെ? 7 ലെയർ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഇത്രയും സാധനം പോകുന്ന റൂട്ട് എങ്ങനെ? ട്രാൻസ്മിറ്ററിന്റെ 7 6 5 4 3 2 1, അവിടുന്ന് നേരെ അടുത്തതിന്റെ 1 2 3 4 5 6 7. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മുടെ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ 2 ഡിവൈസുകൾ തമ്മിൽ നടക്കുന്നത്. ഇനി 2 ഡിവൈസുകൾ തമ്മിൽ ഇപ്പൊ നീ വിചാരിക്കും, ഇപ്പൊ നീ കോളേജിൽ ഇരുന്ന ഒരാള് ഡിവൈസ് എ കോളേജിലും ഡിവൈസ് ബി എന്റെ വീട്ടിലുമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വയർ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഡയറക്റ്റ്? പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇടയ്ക്ക് എന്തോ വേണം. ഈ പടം എവിടെ നേരത്തെ കണ്ടിട്ടുള്ളത്? ഈ ഒരു പിങ്ക് കളറിലെ പടം നമ്മൾ നേരത്തെ എവിടെ കണ്ടിട്ടുള്ളത്? അതിനൊരു പേര് ഞാൻ പറഞ്ഞിരുന്നു. എന്തോ ഒരു പേര് ഓർമ്മയുണ്ടോ? റൂട്ടർ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിലുള്ള പല പല റൂട്ടറുകൾ വഴിയായിരിക്കും എങ്ങോട്ട് വരുന്നത്? എന്റെ ഡിവൈസിലേക്ക് വരുന്നത്. ഇപ്പൊ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് ഡേറ്റ അയക്കുവാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു റൂട്ടറിൽ പോയി അവിടുന്ന് വേറെ റൂട്ടറിൽ പോയി അങ്ങനെ പല പല റൂട്ടറുകളിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞായിരിക്കും എവിടെ വരുന്നത്? എന്റെ സിസ്റ്റത്തിലേക്ക് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡിവൈസ് എന്ന് പറയുന്ന ഒരു എൻഡ് ഡിവൈസാ, അല്ലെങ്കിൽ ഒറിജിനൽ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ റിസീവറാ ഈ കാണിച്ചിരിക്കുന്നത്. അവർക്ക് മാത്രമേ മേളിലത്തെ 4 ലെയറുകളുള്ളൂ. ആപ്ലിക്കേഷൻ, പ്രസന്റേഷൻ, സെഷൻ, ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന 4 ലെയറുകൾ ആർക്ക് മാത്രമേ ഉള്ളൂ? എൻഡ് ഡിവൈസുകൾക്ക് മാത്രമേ ഈ 4 ലെയറുകളുള്ളൂ. നടുക്കുള്ള റൂട്ടറുകൾക്ക് 3 ലെയറേ ഉള്ളൂ. ഏതൊക്കെയാ? നെറ്റ്വർക്ക്, ഡാറ്റ ലിങ്ക്, ഫിസിക്കൽ. കാരണം ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഡേറ്റ പുതിയത് ഉണ്ടാക്കുകയോ ഡേറ്റയെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നതോ വല്ലോ ആണോ ഇവരുടെ ജോലി? റൂട്ടറുകളുടെ ജോലി ആണോ? റൂട്ടറുകളുടെ ജോലി ഡേറ്റയെ പുതിയത് ഉണ്ടാക്കുകയോ ടൈപ്പ് ചെയ്യുകയോ ആണെങ്കിൽ അതിനെ പ്രോസസ് ചെയ്യുന്നോ വല്ലോ ആണോ ആരുടെ ജോലി? റൂട്ടറുകളുടെ ജോലി അല്ല. റൂട്ടറുകളുടെ ജോലി എന്ത് മാത്രമാ? റൂട്ടിംഗ്. അതായത് വഴി കാണിച്ചു കൊടുക്കുക. വഴി കാണിച്ചു കൊടുക്കുക, നെറ്റ്വർക്ക് നിങ്ങൾ റൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആരുടെ ജോലി?
റൂട്ടറുകളുടെ ജോലി. അതുകൊണ്ട് അവർക്ക് ഏത് ലെയറുകളുടെ ആവശ്യമില്ല? ഈ മുകളിലുള്ള 4 ലെയറുകളുടെ ആവശ്യമില്ല. അവർക്ക് ഏത് 3 ലെയറിന്റെ ആവശ്യമേ ഉള്ളൂ? ഫിസിക്കൽ, ഡേറ്റാ ലിങ്ക്, നെറ്റ്വർക്ക് എന്ന് പറയുന്ന 3 ലെയറുകളുടെ ആവശ്യമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മോഡൽ, ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം, ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം ആണ് നിങ്ങൾ എവിടെ വരയ്ക്കേണ്ടത്? OSI മോഡലിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഈ ഡയഗ്രാമാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. രണ്ട് വരുന്ന സെയിം സാധനമാണ്. ഫിസിക്കൽ, ഡേറ്റാ ലിങ്ക്, നെറ്റ്വർക്ക്, ട്രാൻസ്പോർട്ട്, സെഷൻ, പ്രസന്റേഷൻ, ആപ്ലിക്കേഷൻ. 2 എൻഡ് ഡിവൈസുകൾക്ക് 7 ലെയർ വരും. 2 റൂട്ടറുകൾക്കും ഏത് ലെയറേ വരുള്ളൂ? ഫിസിക്കൽ, ഡേറ്റാ ലിങ്ക്, നെറ്റ്വർക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് ഈ ഡോട്ടഡ് ലൈൻ വരച്ചേക്കുന്നുണ്ടോ? ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ, ഇവിടെ ഈ കാണിക്കുന്ന ഡോട്ടഡ് ലൈനുകളില്ലേ? ഈ ഡോട്ടഡ് ലൈനുകളുടെ മീനിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും കണക്ഷൻ എങ്ങനെയുള്ളൂ? മേളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഈ ഫിക്സ്ഡ് ലൈനിൽ കൂടെ ഇങ്ങനെ പോയി ഇവിടോട്ടും കയറി ഇങ്ങനെ പോകുന്നത് മാത്രമേ എന്തുള്ളൂ? ശരിക്കും കണക്ഷൻ ഉള്ളൂ. പക്ഷെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ വിർച്വലി ഏതൊക്കെ ലെയറുകൾ തമ്മിലാണ് കണക്ഷൻ? അതായത് നീ ഇവിടുന്ന് ഒരു മെസ്സേജ് അയച്ചു, അവിടുന്ന് ഒരാൾ മെസ്സേജ് റീഡ് ചെയ്തു. ഏതൊക്കെ ലെയറുകൾ തമ്മിലാണ് കണക്ഷൻ? ഇവിടുത്തെ ആപ്ലിക്കേഷൻ നീ ടൈപ്പ് ചെയ്തു, അവിടുത്തെ ആപ്ലിക്കേഷൻ റീഡ് ചെയ്തു. അപ്പോ വിർച്വലി പറയുവാണെങ്കിൽ ഏതൊക്കെ തമ്മിലാണ് കണക്ഷൻ? ആപ്ലിക്കേഷനും തമ്മിൽ. അതേപോലെ തന്നെ വിർച്വലി ഏതൊക്കെ തമ്മിൽ കണക്ഷൻ ഉണ്ട്? പ്രസന്റേഷനും, സെഷനും, ട്രാൻസ്പോർട്ടും, നെറ്റ്വർക്കുകളും, ഡേറ്റാ ലിങ്ക്, ഫിസിക്കൽ. പക്ഷേ ഫിസിക്കലി ഉള്ള ശരിക്കുള്ള കണക്ഷൻ എതുവഴിയാ പോയേക്കുന്നത്? ഇങ്ങനെ. മനസ്സിലായോ? അതായത് ആപ്ലിക്കേഷൻ തമ്മിൽ വിർച്വലി കണക്ഷൻ ഉണ്ടെങ്കിലും അതിന്റെ ശരിക്കുള്ള പാത്ത് എതുവഴിയാ? ഈ ആപ്ലിക്കേഷനിൽ നിന്ന് പ്രസന്റേഷൻ, സെഷൻ ഇതുവഴി ഇങ്ങനെ കറങ്ങി ഇവിടെ വരെ വന്നപ്പോഴേ ഫിസിക്കൽ കണക്ഷൻ ഉള്ളൂ. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വിർച്വൽ അല്ലെങ്കിൽ പിയർ ടു പിയർ കണക്ഷൻ എന്ന് പറഞ്ഞ ഏത് തമ്മില? ആപ്ലിക്കേഷൻ തമ്മിൽ, പ്രസന്റേഷൻ തമ്മിൽ, സെഷൻ, ട്രാൻസ്പോർട്ട്, നെറ്റ്വർക്ക്, അങ്ങനെ ലെയറുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു OSI മോഡലിലെ ലെയറുകളും അതിന്റെ ഇന്ററാക്ഷനും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഈ റൂട്ടറുകൾ എന്തിനാ നമ്മൾ കൊടുത്തേ? ഒന്നുകൂടെ ഞാൻ പറയാണ്. ഈ റൂട്ടറുകൾ നമ്മൾ എന്തിനാ കൊടുത്തേ? നമുക്ക് ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കമ്പ്യൂട്ടറുകൾ അല്ല എങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിനകത്തൂടെ ഇതിനെ റൂട്ട് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ എന്ത് വേണം? റൂട്ടറുകൾ വേണം. അപ്പൊ ആ റൂട്ടറുകൾക്ക് എന്തിന്റെ ആവശ്യമില്ല? ഒന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയോ പ്രോസസ് ചെയ്യുകയോ കാര്യങ്ങളൊന്നും വേണ്ടാത്തതുകൊണ്ട് അതിന് ഏത് ലെയറുകളേ ഉള്ളൂ? റൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 3 ലെയറുകളേ ഉള്ളൂ. ഫിസിക്കൽ, ഡേറ്റാ ലിങ്ക് ആൻഡ് നെറ്റ്വർക്ക്. മനസ്സിലായോ? കത്തിയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നോക്കുക. ഇന്നിപ്പോ ഞാനിപ്പോ ഇതിനകത്ത് ഓരോ ലെയറിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഇന്ന് ഞാൻ പോകുന്നില്ല. അതിപ്പോ നമ്മുടെ ഈ ഒരു അവർ കൊണ്ട് തീരത്തില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. കേട്ടല്ലോ? ഇനി അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇനി ഇതിന്റെ എക്സ്പ്ലനേഷനും ഓരോ ലെയറിന്റെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. കേട്ടോ? ഓരോ ലെയർ എന്താ ചെയ്യുന്നത് എന്താന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചോളുക. അപ്പോ ശരി. ഓക്കെ. താങ്ക് യു.